വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എനർജി ടോക്ക് വിത്ത് EMC. അറിവിന് ഊർജം പകരാം. എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ത്രീ ലെവൽ ഓഫ് ടൈപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു പ്രോസസ് ഓണർ എന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കോൺട്രാക്ടർ എന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിലും, പിന്നെ തേർഡ് പാർട്ടി ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലായിടത്തും ഒരു 4 പല പല അപ്രോച്ചാണ് എടുക്കുന്നത്. ഓക്കെ, പലരും. ഒന്ന്, ഈ ലൈറ്റ്നിങ്ങിന് എർത്തിങ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യണ അത്രയും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല പലരും. ഓക്കെ, അതൊരു മാറ്ററാണ്. പിന്നെ ഇത് പൊതുവെയുള്ള ഒരു ഓണർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന ഇതാണ്, ഇത് KCB അല്ലെങ്കിൽ ഒരു ഡിസ്കോം, ഈ ഡിസ്കോമിൻ്റെ അടുത്താണ് ഇത് ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വരാൻ സാധ്യത. ഓക്കെ, എൻ്റെ സിസ്റ്റത്തിലേക്ക് ഈ ലൈറ്റ്നിങ്ങിൻ്റെ ഒരു പ്രശ്നം എൻ്റെ ലൈനിലേക്ക് വരാൻ സാധ്യത കുറവാണെന്നുള്ള ഒരു അസംഷൻ പലരും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അത്ര പോപ്പുലറല്ല ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഡിസൈൻ. അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ സാറ് ചോദിച്ച പോലെ, ഒന്ന് ഈ സോളാർ ചെയ്യുന്ന ബിൽഡിങ്സിൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പുതിയ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വേണമോ എന്നുള്ളതാണ് ഒന്ന്. ഇത് ടോട്ടലായിട്ട് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമില്ല. പക്ഷേ മിക്കപ്പോഴും മനസ്സിലാവുന്നത് ഇത് പഴയ സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബിൽഡിംഗ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ പഴയ സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ റിസ്ക് അസസ്മെൻറ്റും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് മാറ്റി പുതിയ ഒരു ആൾട്ടറേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് വരുമ്പോൾ അതിൽ പുതിയ സിസ്റ്റത്തിൽ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യണമെന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഡിസൈൻ. അപ്പോൾ നമുക്കതിൽ കുറേയും കൂടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ പറ്റും. ഞാനിത് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ ബിൽഡിങ്ങിൽ പോയപ്പോൾ അവിടെ സോളാർ കോൺട്രാക്ടർ എന്നോട് പറഞ്ഞത് അവിടെ ഓൾറെഡി ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങളത് പരിശോധിക്കാൻ പോയി. അപ്പോൾ പരിശോധിക്കാൻ പോയപ്പോൾ അവിടുത്തെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഓൾറെഡി അത് കണ്ടക്ടർ, ഈ ഡൗൺ കണ്ടക്ടർ എല്ലാം ഡിസ്കണക്റ്റ് ആയിരിക്കണേ. ഡൗൺ കണക്ടർ എല്ലാം ഡിസ്കണക്റ്റഡ് ആണ്. പക്ഷേ ഇത് ഏകദേശം ഒരു 20 വർഷമായി. പക്ഷെ അവിടെ ഇറ്റ് ഈസ് ഡ്യൂ ടു സം സൂപ്പർവിഷൻ പ്രോബ്ലം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഇല്ല. പ്രൊആക്റ്റീവായിട്ടുള്ള മെയിൻ്റനൻസ് നടക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പലയിടത്തും നടക്കുന്നുണ്ട്. ഈ പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നില്ല. ബാക്കി എല്ലാത്തിലും വരുന്നുണ്ട്. ഇപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ സ്വിച്ച് ഗിയർ, ട്രാൻസ്ഫോമർ, ഇതിലെല്ലാം നല്ല പോലെ പോകുന്നുണ്ട്. കാരണം അത് ഇതിൻ്റെ ഒരു ഈ ബിസിനസ് ഇൻട്രപ്ഷനെ നേരിട്ട് ബാധിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് നേരിട്ട് ബാധിക്കുന്നില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. അത് ഒരു കാര്യം. പിന്നെ ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ബാക്ക് പൈപ്പർ സ്ട്രാറ്റജി പോലെയാണ്. ബാക്ക് പൈപ്പർ, അതായത് നമ്മൾ ഒരു ലൈറ്റ്നിങ് വെച്ചു, ഇതിലേക്ക് വിളിച്ചു വരുത്തുക, ഈ ലൈറ്റ്നിങ്ങിനെ ഇതിലേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ള ടെക്നോളജിയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പലപ്പോഴും രണ്ടാമത്തെ ഒരു കേസ് നടക്കുന്നത്, അടുത്തൊരു വേറൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ റിസ്ക് കുറയും. ഓക്കെ, ആ ഒരു റിസ്ക് വെച്ച് നമുക്കിത് കോസ്റ്റ് വേണമെങ്കിൽ കുറക്കാൻ പറ്റും. പലപ്പോഴും റിസ്ക് അസസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടി റിസ്ക് ഫാക്ടർ ചേഞ്ച് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറക്റ്റായ പ്രാക്ടീസ് അല്ല. അത് നമ്മൾ കുറേയും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ വേറൊരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും നമ്മളുടെ സിസ്റ്റത്തിൽ പുതിയ ഇതിലൊക്കെ പോപ്പുലർ ആണെങ്കിലും പക്ഷേ പഴയ സിസ്റ്റത്തിലൊന്നും സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഇല്ല.
ഓക്കെ, അതും ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും. എനർജി ടോക്ക് വിത്ത് EMC അറിവിന് ഊർജം പകരാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ കേരള. താങ്ക് യു.